വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് എൻ ഷംസീർ നടത്തിയ പ്രസംഗം അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വലിയ തോതിൽ ചർച്ചയാവുകയാണ്. സത്യം പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു തുറന്നു പറച്ചിൽ ഇതുവരെ ഒരു CPM നേതാവും നടത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. ജയം ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പല ഘടകങ്ങൾ എതിരായി വന്നു. എല്ലാത്തിലും കൃത്യമായി തന്നെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞത്, കൃത്യമായി തന്നെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് പാർട്ടി നേതൃത്വത്തിനും പിണറായി വിജയനും എതിരെ തന്നെയാണ്, പ്രത്യക്ഷമായിട്ടല്ല എന്നാൽ പോലും പരോക്ഷമായിട്ട്. ഷംസീർ തുടക്കത്തിൽ തന്നെ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തന്നെ ഷംസീറിന്റെ വിഷയം പല കുറി ചർച്ച ചെയ്തിരുന്നു. ഷംസീർ കോടിയേരി ബാലകൃഷ്ണന്റെ നോമിനിയാണ്. അദ്ദേഹത്തെ രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയാക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. ആക്കിയില്ല, പകരം സ്പീക്കറാക്കി മാറ്റി. എൻ ഷംസീർ ഒരു തികഞ്ഞ രാഷ്ട്രീയവാദിയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം CPMന്റെ സമുന്നതനായ നേതാവ് തന്നെയാണ്. മാത്രമല്ല അല്പം സൈദ്ധാന്തികമായിട്ടും അദ്ദേഹം പല കാര്യത്തിൽ പല രീതിയിൽ പലതും ന്യായീകരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ പോലും അദ്ദേഹം പറയുന്നതിൽ ഒക്കെ തന്നെ ചില കാര്യങ്ങളുണ്ട് എന്നതാണ് സത്യം. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ച് സംസാരിച്ചത് വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ സാധിച്ചില്ല. വേണ്ട രീതിയിൽ പല കാര്യങ്ങളിലും ഇടപെടലുകൾ നടത്താൻ സാധിച്ചില്ല. സർക്കാരിനെ അദ്ദേഹം തുറന്നു കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ പോലും പലതിലും ഒളിഞ്ഞും തെളിഞ്ഞും പലതും ഇരിപ്പുണ്ട്. മറ്റൊരു കാര്യം, ഈ വെളിപ്പെടുത്തലുകൾ നടത്തി എന്നതുകൊണ്ട് മാത്രം നേരത്തെ MV ഗോവിന്ദൻ പറഞ്ഞതുപോലെ പാർട്ടി അടിമുടി മാറണം എന്നില്ല. ഇതിനകത്ത് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. നമ്മളിത് പലവട്ടം വിശദീകരിച്ചതും ചർച്ച ചെയ്തതുമാണ്, ഒട്ടുമിക്ക മാധ്യമങ്ങളിൽ ചെയ്തതാണ്. CPM മാറണമെങ്കിൽ അടിസ്ഥാനപരമായി എന്താണ് വേണ്ടത്? അടിസ്ഥാനപരമായി വേണ്ടത് ശരിക്കും നേതൃമാറ്റം തന്നെയാണ്. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി, പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറി, ഒരു പുതിയ നേതൃനിര കടന്നു വരണം, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ടീം കടന്നു വരണം. CPMന് ഒരു B ടീമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. പിണറായിക്ക് ശേഷം, അല്ലെങ്കിൽ പിണറായി നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ MV ഗോവിന്ദൻ നേതൃത്വം കൊടുക്കുന്ന ഈ ടീമിന് ശേഷം ആരാണ് എന്നുള്ള ചോദ്യം ഇനിയും അവശേഷിക്കുകയാണ്. മുഹമ്മദ് റിയാസിനെ B ടീമിന്റെ പ്രധാനിയാക്കണം എന്നുള്ള പിണറായി വിജയന്റെ ആഗ്രഹത്തെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടന്നിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ അതൊന്നും കേൾക്കുന്നില്ല. അത് സാധ്യമാകും എന്നതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. പിണറായി വിജയന് തന്നെ ധാരണയില്ല. ഷംസീർ പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അറിയേണ്ടതുണ്ട്, അറിയിക്കേണ്ടതുണ്ട്, പാർട്ടിക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്, നേതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊക്കെ മനസ്സിലാക്കി തെറ്റിതിരുത്തി ഒരു പുതിയ മുഖമായി, നേരത്തെ പാർട്ടി സെക്രട്ടറി പറഞ്ഞതുപോലെ ഒരു പുതിയ മുഖമായി CPM മുമ്പോട്ട് പോകുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വന്നേക്കാം, അല്ലെങ്കിൽ പാർട്ടിയോട് ജനങ്ങൾ കൂടുതൽ അടുത്തേക്കാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട പല മേഖലകളിലും പാർട്ടി പ്രവർത്തകർ തന്നെ പാർട്ടിക്കെതിരായി എന്നുള്ളതാണ്. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ സ്ത്രീകൾ, യുവാക്കൾ പാർട്ടിക്കെതിരായി. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട, സഹകരണ ബാങ്ക് നിക്ഷേപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, വിവിധ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയാണ്. സ്ത്രീകളെ അടക്കം വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും, അതായത് ബാങ്കിലിട്ട പണം തിരിച്ചു ചോദിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. സഖാക്കളാണ് ബാങ്ക് ഭരിക്കുന്നത്, ബാങ്ക് സെക്രട്ടറി, പ്രസിഡന്റൊക്കെ സഖാക്കളാണ്. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രം. അതുപോലെ വിവിധ സഹകരണ മേഖലകളിൽ, സഹകരണ ബാങ്കുകളിൽ, പാർട്ടി സ്ഥാപനങ്ങളിൽ ഒക്കെ തന്നെ സാധാരണക്കാരായ ജനങ്ങളും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരായ ആളുകളും അവിടുന്ന് ആട്ടി ഓടിക്കപ്പെട്ടു. അഹങ്കാരം, ധാർഷ്ട്യം എന്നൊക്കെ പറയാം എന്നുള്ളതല്ലാതെ ഭരണത്തിന്റെ ലഹരിമൂത്ത് സംഭവിച്ചതായിരിക്കാം. എന്തു വന്നാലും ശരി, അത്തരത്തിലുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ തിരുത്തി സ്ത്രീകളെയും യുവാക്കളെയും ഒപ്പം നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ മുഖം രക്ഷിക്കാൻ CPMന് സാധിക്കും എന്നാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്. ഷംസീർ പറഞ്ഞ കാര്യങ്ങളിൽ ചിലതെങ്കിലും നല്ല കുറുക്കി കൊള്ളുന്നതാണ്. MV ഗോവിന്ദനിട്ടും പിണറായി വിജയനിട്ട് തന്നെയും കുറുക്കി കൊള്ളുന്നത് തന്നെയാണ് എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരോക്ഷമായി ഒരു വിമർശനമാണ്. ഈ ഒരു നേതൃനിര തന്നെ മാറി പുതിയൊരു നേതൃനിര വരുന്നതിനെ കുറിച്ച് അദ്ദേഹം വ്യക്തമായി പറഞ്ഞില്ല. എന്നാൽ പോലും അതൊന്നും പറയില്ലല്ലോ, പബ്ലിക് ഡൊമൈനിൽ അതൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹത്തെ കൊണ്ട്. അദ്ദേഹം ഇപ്പോഴും പാർട്ടിയുടെ അംഗമാണ്, മുൻ സ്പീക്കറാണ്, ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷേ പലരും ഒളിഞ്ഞും തെളിയാതെയും ഒക്കെ തന്നെ പറയുന്നുണ്ട്. അത് CPM മുഖവരയ്ക്ക് എടുക്കുകയൊന്നുമില്ല. CPMന്റെ ചരിത്രമനുസരിച്ച് അവർ മാറിപ്പോവുകയുള്ളൂ. ഇപ്പം V കുഞ്ഞികൃഷ്ണനാണെങ്കിലും TK ഗോവിന്ദനാണെങ്കിലും ഒക്കെ തന്നെ അവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കരിങ്കാലികളായിട്ടും അതുപോലെ തന്നെ കുലംകുത്തികളായിട്ടും വർഗവഞ്ചകരായിട്ടും മാറുന്ന കാലമാണ്. ഈ ഒരു പ്രൊസീജിയർ, ഈ ഒരു സിസ്റ്റം,
ഈ ഒരു ഘടന തന്നെ മാറേണ്ടിയിരിക്കുന്നു. അത് ഉടനെയെങ്കിലും മാറും എന്ന് തോന്നുന്നില്ല. CPM-ന്റെ അവസാനം കൊണ്ട്, അല്ലെങ്കിൽ CPM എന്ന പാർട്ടി നാമാവിശേഷമാകുന്ന സമയത്ത് മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള ചിന്തകൾ ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്നും നമുക്ക് ഒന്ന് വിലയിരുത്താം.